സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി അച്ഛനും അമ്മനോടുള്ള സ്നേഹം ഭയങ്കര വിഷമായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും സ്നേഹമുള്ള അച്ഛനും അമ്മനെയും ചതിക്കുന്ന ഒരു വിഷമമാണ് മീനാക്ഷിക്ക്. അങ്ങനെ മീനാക്ഷി ആകാശിന് വോയിസ് മെസ്സേജ് അയക്കുന്നു. ആകാശ്, എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തതാണ്. പക്ഷേ അമ്മനെ അച്ഛനെയും ചതിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ മനസ്സ് വിഷമിച്ചിട്ട് പാടില്ല. എന്തായാലും ഞാനൊരു കടുങ്കൈ ചെയ്യാൻ പോവാണ്. നാളെ അത് ചെയ്യരുതായിരുന്നു എന്ന് നീ എന്നെ കൊണ്ട് തോന്നിപ്പിക്കരുത്. എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നീട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ തന്നെ ആകാശ് വിളിക്കുന്നുണ്ട് മീനാക്ഷിനെ. ബാഗൊക്കെ ഞാൻ നിന്റെ വീടിന്റെ അപ്പുറത്തെ മതിലിന്റെ അവിടെ വന്ന് നിൽക്കുക, അങ്ങോട്ട് ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരതനുസരിച്ച് വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഗോമതി ചായയായി ബാലന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ചായ ഒന്നും കുടിക്കാൻ നേരമില്ല. ഗോഡൌണിലേക്ക് പോകണം, ലോഡ് വന്നിട്ടുണ്ട്, ഇറക്കണം, ആകാശിനെ വിളിക്കുന്നു പറയുന്നു. അങ്ങനെ ആകാശ് വേഗം പറയും, ആകാശം നമുക്ക് പോകാൻ, ലോഡ് ഇറക്കാന്ന് പറഞ്ഞപ്പോൾ ആകാശ് വേഗം കല്യാണമൊക്കെ മറന്ന് ശരി എന്ന് പറഞ്ഞ് പിന്നാലെ പോകാൻ നോക്കുമ്പോൾ ആര്യ ചെന്ന് തടയുന്നുണ്ട്. അച്ഛാ, ചേട്ടനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താടാ നീ പറഞ്ഞത്? കൊണ്ടുപോകാൻ പറ്റില്ല എന്നോ? അതെ അച്ഛാ, ഞാൻ കോളേജിലൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആകാശേട്ടനെ കൊണ്ടു ചെല്ലാന്ന് പറഞ്ഞു. എന്തായാലും അവനെ കൊണ്ടുപോകാൻ പറ്റൂല, നീ പോയാൽ മതി നിന്റെ കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആ മിത്രനേക്കാളും മാർക്ക് എനിക്ക് കുറഞ്ഞാൽ അത് അച്ഛനെന്നെ കുറ്റം പറയരുത്. ഇന്നും നമ്മളെ വീട്ടിൽ നിന്ന് ചെല്ലുന്നവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എനിക്ക് മാർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെക്കാളും കൂടുതൽ മാർക്ക് ആര്യന് വേണമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ മൂക്കും കുത്തി വീണ്. അങ്ങനെ എന്നാൽ ശരി അവനെയും കൊണ്ട് പൊക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ ആകാശിനോട് നിനക്ക് പോണോടാന്ന് ചോദിച്ചപ്പോൾ വേഗം ആകാശ് പറഞ്ഞത് പോണ്ട എന്നാണ്. പിന്നീട് ആര്യൻ ഇങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത്. അങ്ങനെ അപ്പുറത്തെ വീട്ടുകാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ റെഡിയായി പോകാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ബാലന്റെ അനുഗ്രഹം മേടിക്കുന്നു നമ്മുടെ ആകാശ്. നീ എന്തിനാടാ എൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നത്? നിങ്ങൾക്ക് അല്ലെങ്കിലും എൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞപ്പോൾ, അല്ല എന്തിനാ കോളേജിലേക്ക് പോകണേന് അനുഗ്രഹം എന്നൊക്കെ നമ്മുടെ മാമൻ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടിയൊക്കെ അവതരിപ്പിക്കണ്ടേ, അപ്പം അതിനുള്ളൊരു ചമ്മൽ, അപ്പം അനുഗ്രഹമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞൊരു കണക്കിന് ബാലന്റെ മുന്നിൽ നിന്ന് ആര്യൻ ആകാശിനെയും വലിച്ചു പോകുന്നുണ്ട്. എന്ത് പരിപാടിനാവോ ബാലേട്ട ഇവര് അവിടെ നടത്താൻ പോകുന്നത്? ഞാനും കൂടി പോയേനായിരുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് നീ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കണ്ട, അവർ പോയി വരട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നെ മീനാക്ഷിനെ കാണിക്കുന്നത്, മീനാക്ഷി ഡ്രസ്സൊക്കെ ആയിട്ട് കോണിപ്പടി ഇറങ്ങി വരുന്ന സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ഡ്രസ്സ് വേഗം പിന്നെയും മുകളിലേക്ക് തന്നെ കൊണ്ടുപോകും. മോളെ നീ വായോ, നിന്നെ ഞാൻ ഓഫീസിൽ ഇറക്കിയിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ വേണ്ട അച്ഛാ, ഞാൻ ടിഫിനൊക്കെ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീ ഉച്ചയ്ക്ക് വരുന്നല്ലേ പറഞ്ഞത് അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ മുന്നിൽ നിന്ന് ബാഗ് താഴ്ത്തിക്ക് ഇട്ടുകൊടുക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്മയ്ക്കൊരു ഗ്ലാസ് വെള്ളം തായോ എന്ന് പറയുന്നുണ്ട്. ഒരു പണിയും ചെയ്യില്ല, അവൾ അവിടെ നിന്ന് കൽപ്പിക്കുള്ളൂ. കെട്ടിച്ചു പോകണോടത്തൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറ്റവും പറഞ്ഞ് വെള്ളം എടുക്കാൻ പോവും. മീനാക്ഷി വേഗം ബാഗൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് മുകളിലൂടെ പോയി പുറത്തേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ ആര്യൻ്റെ ആകാശിൻ്റെ മുന്നിൽ തന്നെയാണ് അത് ചെന്ന് വീഴുന്നതും. അങ്ങനെ അവർ ആ ബാഗൊക്കെ എടുത്ത് കാറിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു കണക്കിന് അമ്മയുടെ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. നീ എവിടെയെന്ന് വെച്ചപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ സിന്ധു ചേച്ചി വിളിച്ചതായിട്ട് തോന്നി, അതൊക്കെ ഞാൻ ചോദിച്ചോളാം, മോള് പോയിട്ട് വാന്ന് പറഞ്ഞ് വെള്ളം പേടിച്ച് പോട്ടെ അമ്മയെന്ന് വെച്ചപ്പോൾ അതെന്താ ഇങ്ങനെ ഒരു ചോദ്യം, പോയിട്ട് വരാന്നല്ല നീ എന്നും പറയാറെന്ന് പറയുന്നുണ്ട്. അതല്ല അമ്മ ശരിയാന്നാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷിക്ക് നല്ലൊരു വിഷമമുണ്ട്. അങ്ങനെ ആ കാറിൽ കയറി പോകുന്നുണ്ട്. കാറിൽ കയറിയതിന് ശേഷം ആകാശിനോട് പറയുന്നുണ്ട്, എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല, പേടിച്ചിട്ടും ശരീരം വിറയ്ക്കുന്നു, അച്ഛനെ അമ്മനെ വിഷമിപ്പിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് അത് അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ അപ്പം ആകാശിന് എവിടെ നിന്നില്ലാത്തൊരു ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ട്. അപ്പം ആകാശ് പറയുന്നുണ്ട് നമ്മളെ വിഷമം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ, അവർക്കായാലും നമ്മളെ ഇഷ്ടത്തിന് നിന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ നമ്മുടെ ഇഷ്ടത്തിന് എതിരായത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആര്യൻ രണ്ടുപേരെ സഹതാപം കണ്ടപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അന്നൊരു കാര്യം ഞാൻ ചേച്ചിയുടെ വീട്ടിലാക്കാം, ചേട്ടനെ ഞാൻ കടലാക്കാം, അല്ലാതെ ഇതിന് വേറൊരു മാർഗ്ഗമില്ല, രണ്ടാർക്കും അച്ഛൻ സ്നേഹമല്ലേ എന്ന് പറഞ്ഞപ്പോൾ എടാ നീ ഇങ്ങനൊന്നും പറയല്ലേ ഈ സമയത്ത് എന്ന് ആകാശ് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ അമ്പലത്തിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അമ്പലത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ആര്യം പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ വീടിന് ഞാൻ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അമ്പലത്തിലെ സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേ ഗോമതി ആങ്ങളമാരും ഇത്രയും കൂടി അമ്പലത്തിന്റെ അവിടെ നിൽക്കണ ബെസ്റ്റ്, ചേട്ടൻ അങ്ങോട്ടൊന്ന് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ ആകെ പേടിയാവുന്നു, ദൈവമേ ഇതിപ്പോൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കും, നമുക്ക് ഇവിടെ നിന്ന് പോകാം, വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സമാധാനമായിട്ടിരിക്കും, ഞാൻ എന്താണെന്നൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ കാറിൽ നിന്ന് മീനാക്ഷിക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അമ്മാവന്മാരും മോളും എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആകാശം. അവരവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ആര്യം മനഃപൂർവ്വം എടാ ഫോൺ ചെയ്യുന്നുണ്ട്, എടാ ഞാനിവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലുണ്ട്, 3 വായ നോക്കികൾ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്,
അവരെടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇത്ര വേഗം പാഞ്ഞതില്ലടാ, നീ എൻ്റെ അച്ഛനെയും എൻ്റെ ചെറിയച്ഛനെ എന്നെ കണ്ടിട്ടല്ലടാ വായ നോക്കിയെന്ന് പറഞ്ഞത്. ഇവിടെ കഴുത ഞങ്ങൾ നിന്റെ വായ നോക്കാൻ വന്നതല്ലടാ, ഞങ്ങളുടെ കാറ് കാത്തു നിൽക്കുകയാണ്. അപ്പം കാറ് ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞു. നീ എന്ത് ചെയ്യോടി എന്നെന്ന് വെച്ചാൽ രണ്ടുപേരും തല്ലടിക്കാൻ നോക്കുന്നുണ്ട്. അമ്മാവന്മാരെന്തായാലും പറഞ്ഞണ്ട, മോളെ അമ്പലമാണ്, വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ അവരെ തടയുന്നുണ്ട്. അപ്പം തന്നെ അച്യുതവർമ്മ വിളിച്ചിട്ട് പറയുന്നടാ, ഞങ്ങളെ അപ്പുറത്തെ ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിലുണ്ടാവും, നീ കാറുമായിട്ട് അങ്ങോട്ട് വാന്ന് പറയുമ്പോൾ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. മീനാക്ഷിക്ക് അപ്പോൾ കാറിൽ നിന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആര്യം വിചാരിച്ച പോലെ ആര്യന് ബുദ്ധിയുണ്ട്. ആര്യന് എന്തോ പറഞ്ഞ് ദേഷ്യപ്പെടുത്തി അവരവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യം വേഗം കാറിൻ്റെ അടുത്തേക്ക് പോയി. എന്ത് പറഞ്ഞ അവരെ മയക്കിന്ന് വെച്ചപ്പോൾ അതൊക്കെ പിന്നെ പറയാം, നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അയ്യോ ഇറങ്ങല്ലേ, അതേ ഒരാൾ വരുന്നു, നോക്കി അങ്ങോട്ട് പറഞ്ഞു. വേഗം ആകാശും ആര്യനും വണ്ടിയിൽ ചാടി കയറുന്നുണ്ട്. കാരണം നമ്മുടെ ബാലേട്ടനാണ്. ബാലൻ നേരെ വന്നു കഴിഞ്ഞിട്ട് ഇവരെ വണ്ടിയുടെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫോൺ ചെയ്യുന്നു. ആ സമയത്ത് ആര്യം പറയുന്നുണ്ട് ഗ്ലാസ് താത്തിയിട്ടിട്ട ഞാൻ. അപ്പം അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ ആകാശം സമ്മതിക്കുന്നില്ല. മീനാക്ഷി പറയുന്നുണ്ട് ആര്യം പറഞ്ഞത് ശരി, എന്തുട്ടാ സംസാരിക്കണേന്ന് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്ലാസ് താത്തിയിട്ടപ്പോൾ സംസാരം കേൾക്കുന്നുണ്ട്. സംസാരം ഇതാണ്, അത് ഏളയ മോൻ ആര്യൻ്റെ കൂടെ ആകാശ് പോയേക്കണ്, അവൻ വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറയാട്ടാന്ന് പറയുന്നുണ്ട്. കോളേജിലൊരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബാലൻ അവരെ മുന്നിൽ കൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് സമാധാനമുണ്ട്. അങ്ങനെ വേഗം അപ്പുറത്തെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ അവർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കല്യാണം മണ്ഡപം പോലെ ആക്കിയിട്ടുണ്ട്. അമ്പലം സെറ്റപ്പ് എങ്ങനെയുണ്ടടാന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ലടാ, നന്ദിയുണ്ട്. വിളിച്ച് കല്യാണമാണെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് കല്യാണം കഴിക്കണമെങ്കിലും ചേച്ചിക്ക് ഒരു കുറവ് വരരുത് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്ന ചെക്കനും പെണ്ണോടെന്ന് വെച്ചപ്പോൾ അവരിപ്പോൾ വരും എന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷിയും ആകാശം നല്ല ഭംഗി സുന്ദരനും സുന്ദരിയൊക്കെ ആയി ഒരുങ്ങിയൊക്കെ നല്ല സന്തോഷത്തോടെ ചിരിച്ചൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ നിങ്ങളെ ശരിക്കും കല്യാണം കഴിഞ്ഞാൽ ശരിക്കും ചെക്കനും പെണ്ണിൻ്റെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂജാരി പേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും അല്ലേ എന്ന് വെച്ചപ്പോൾ ശരിക്കുമാണ്, എന്നാലും ഒറിജിനൽ ശരിക്കും പെണ്ണിനും ചെക്കൻ്റെ പോലെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ തിരുമേനി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകാശ് അമ്പലത്തിലെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ആകാശിൻ്റെ കണ്ണങ്ങോട്ട് തള്ളിപ്പോകുന്നുണ്ട്. ആകാശ് ആര്യനെ വിളിച്ചിട്ട് പോയിട്ട് എടാ എന്ത് നീ എനിക്ക് എൻ്റെ ഡ്രസ്സിന് തന്നെ 3000 രൂപയായിട്ടുണ്ട്, മീനാക്ഷിയുടെ ഡ്രസ്സിന് നല്ല വിലയുണ്ട്, സത്യം പറയടാ നിനക്ക് ഇത് എവിടെ നിന്നാണ് ഈ കാശെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പേടിയാവുന്നു, ഈ കാശൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചേ, അമ്പലത്തിലെ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു കാശ് ചിലവായിട്ടുണ്ട്, പറടാ നീ എവിടെ നിന്നാണ് ഈ കാശ് ഒപ്പിച്ചേ, ഇത്രയും കാശ് നിൻ്റെ ഇല്ലാന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞു. ചേട്ടാ ഞാനേ ഇതിനു വേണ്ടി ഞാനൊരു ചതി ചെയ്തെന്ന് പറഞ്ഞു. എന്ത് ചതി എന്ന് വെച്ച് ഇങ്ങനെ ആകാശം ഞെട്ടി നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ വലിയ കഥയാണെന്ന് പറയുന്നുണ്ട്. പറയടാ എന്ന് പറഞ്ഞ ആകാശം നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും ആരും പറയുന്നൊന്നുമില്ല. ആരും പറയുന്ന എങ്ങനെയാണ്, എന്തായാലും ചിലവിന് പൈസ വേണമല്ലോ. അപ്പം ഞാൻ ഒരു മോഷണം നടത്തി എവിടെ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ആകാശം അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും ബാലേട്ടൻ കൊടുത്ത കാശാണ് നമ്മുടെ ആര്യൻ, ഗോമതിരെ കൊടുത്ത കാശിന് നമ്മുടെ ആര്യൻ എടുത്തും കഴിഞ്ഞിട്ട് കല്യാണ ചിലവിനായിട്ട് എടുത്ത് നടത്തിയിട്ടുള്ളത്. എന്തായാലും കല്യാണം കഴിഞ്ഞാലും ആര്യന് നല്ല അടിയുടെ പൂരം തന്നെയായിരിക്കും. കാരണം ആര്യൻ അങ്ങനത്തെ ഒരു സംസാരത്തിലൂടെയാണ് ബാലേട്ടൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ ആകാശിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇന്ന് കല്യാണം ഇല്ല, നാളെ ഇനി കല്യാണം. കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളായിട്ട് പന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിൽ തന്നെ പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകാശിനെയും മീനാക്ഷിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.